2 ദിവസമായിട്ട് തന്നെ ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ മൂർത്തി. ഞാൻ പറഞ്ഞിരുന്നല്ലോ സാറേ, കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും സാർ എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നതുമില്ല. അനിയ, എന്താ ചേച്ചി? അനിയ, ഇത് എന്താ നിന്റെ മോൾക്ക് പറ്റിയത്? എന്തു ചേച്ചി? കയറി വന്നപ്പോ നല്ല ബഹുമാനവും പെരുമാറ്റം ഒക്കെ ആയിരുന്നു. ഇപ്പൊ എന്തൊരു അഹങ്കാരം അവൾക്ക്. അഹങ്കാരോ? കൃഷ്ണമോക്കോ? ആ, അവളുടെ കാര്യം തന്നെയാ പറഞ്ഞ്. സുഖമല്ലാണ്ട് കിടക്കല്ലേ, സുഖവിവരം ഒന്ന് അന്വേഷിക്കാന്ന് കരുതി ഞാൻ അടുത്തേക്ക് ചെന്നതാ. എന്തൊരു ധിക്കാരാ. ഞാൻ അവിടുന്ന് വെറുതെ അങ്ങ് ഇറങ്ങി പോന്നതല്ല, അവളെന്റെ മുഖത്ത് നോക്കി ഇറങ്ങി പോവാൻ പറഞ്ഞതാ. എന്താ ചേച്ചി പറയുന്നേ? മോക്ക് എന്ത് മാറ്റുന്ന? ചുമ്മാ ഓരോന്ന് പറയല്ലേ. ഞാൻ പറഞ്ഞ സത്യമാണോന്ന് ശാന്തിയോടൊന്ന് ചോദിച്ചു നോക്ക്. ശാന്തിയും പേടിച്ചു തന്നെയാ അവളുടെ മുന്നിൽ നിൽക്കുന്നേ. ബെസ്റ്റ്. ശാന്തി മോളെ പേടിച്ച് നിൽക്കേ. ചേച്ചിക്ക് എന്തോ അബദ്ധം പറ്റിയിട്ടുണ്ട്, അതാ ഇങ്ങനെയൊക്കെ പറയുന്നേ. അത് വേറൊന്നുമല്ല സാർ, സാറിനോട് തമാശ കാണിക്കുന്ന പോലെ സത്യവതി മാഡത്തോടും അവള് ചുമ്മാ. ഓ, അതാണ്. അനിയ, സത്യം പറയാ, എനിക്ക് അവളുടെ കാര്യത്തിൽ ഒരു സംശയമുണ്ട്. എന്ത് സംശയം? ആ കിടക്കുന്നത് നിന്റെ കൃഷ്ണമോള് തന്നെയാണോന്ന്. സംസാരം പെരുമാറ്റം ഒക്കെ വ്യത്യാസം. 2 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നോണ്ട് ഒരാൾ ഇങ്ങനെ മാറുന്നില്ലല്ലോ. ചേച്ചി വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്റെ മനസ്സ് കുഴപ്പിക്കല്ലേ. അവള് ചേച്ചിയെ കളിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് ഞാനും ചോദിക്കട്ടെ. മോളുടെ അടുത്തേക്കല്ലേ. ഏയ് ചേച്ചി സമാധാനമായിട്ടിരിക്കേ, ഞാൻ തന്നെ നേരിട്ട് പോയി ചോദിക്കാം. എന്താ മേഡം? ഞാൻ പറഞ്ഞത് കാര്യമൂർത്തി. ഒന്നുകിൽ ഇവിടത്തെ സൗകര്യങ്ങളും ആഡംബരങ്ങളും അനിയന്റെ സ്നേഹമൊക്കെ കണ്ടപ്പോ അവൾ അഹങ്കരിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ വേറെന്തോ കുഴപ്പമുണ്ട്. അഹങ്കാരം തന്നെയായിരിക്കും, അല്ലാതെന്താ. ഇതുവരെ പട്ടിണി കിടന്നവളുടെ മുമ്പില് സമൃദ്ധമായ സദ്യ വിളമ്പി വച്ചേക്കല്ലേ, എങ്ങനെ അഹങ്കരിക്കാതിരിക്കും? അപകടമാണ് മൂർത്തി. എത്രയും പെട്ടെന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ. രണ്ടുപേരെയും തമ്മിലൊന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്കത് പ്രയോജനമുണ്ട്. ബിസിനസ് പരമായിട്ട് പ്രയോജനം ഉണ്ടാവും. പക്ഷെ പൊതുവെ സ്വന്തം ഭാര്യയെ മറ്റ് അന്യ സ്ത്രീകളുമായിട്ട് പരിചയപ്പെടുത്തുന്നത് അത്ര നല്ലതല്ലേ സാറേ? എന്നിട്ടെന്താ, ഈ നാട്ടിലെ ഭാര്യമാരൊന്നും വേറെ ആരെയും പരിചയപ്പെടുന്നില്ലേ? ഓ എന്റെ പൊന്നു സാറേ, ജീവിതത്തിൽ കണ്ട അനുഭവങ്ങൾ വെച്ച് പറഞ്ഞതാണേ. അല്ലാതെ ഗാഥാമഠം പോയി കൃഷ്ണനെ കാണുന്നതിന് എനിക്കെന്നാ പ്രശ്നം? എന്തായാലും ഈ പ്രോജക്റ്റിന്റെ കാര്യത്തില് ഗാദി കൃഷ്ണയും തമ്മിൽ കാണുന്നത് നല്ലതാ. ഞാൻ ഗാദിയുടെ ആദ്യ കാര്യം എന്ന് പറയട്ടെ, എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോയേക്കാം. സത്യം പറഞ്ഞാല് എല്ലാരും കൂടിയുള്ള യാത്ര എന്ന് പറഞ്ഞപ്പോ എനിക്ക് കൂടെ വരണമെന്നുണ്ടായിരുന്നു സാറേ. താനുണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു. താനും ആ മോളിക്കുട്ടി തമ്മിലുള്ള മത്സരവും പഴക്കമൊക്കെ കാണാലോ. അയ്യോ, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നോ? എങ്കിൽ തൽക്കാലം ആ മോളിക്കുട്ടിയുടെ മുന്നിലേക്ക് ഞാനില്ല. ഇപ്പോഴേ സാറ് ഗാഥാമഠത്തെ കൂട്ടി കൃഷ്ണനെ കാണാൻ പോയാൽ മതി. എന്താ അമ്മയും മോളും കൂടി? എന്ത് പറയാനാ അമ്മേ, അടുക്കള ജോലി ചെയ്യുന്ന മോളുടെ വേഗത ഉണ്ടല്ലേ, അതിശയിച്ചു പോവും. ഇത്രയും ദിവസം കൂടെ നിർത്തി സിത്താര എല്ലാ കാര്യത്തിലും ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെന്നാ തോന്നുന്നേ. അമ്മ ഇതൊന്ന് കഴിച്ചു നോക്കി, മോള് വെച്ചതാ, കൊടുക്കും മോളെ. നന്നായിട്ടുണ്ട് മോളെ. ഇങ്ങനൊരാളാണ് ഈ വീടിന് ആവശ്യം. അത് ശരി, കറിയപ്പം മോശമായിരുന്നെങ്കില് എന്നെ മാറ്റുമായിരുന്നോ മുത്തശ്ശി? നിന്നെ മാറ്റാനോ? ഒരിക്കലും ഇല്ല. നീ ഈ കുടുംബത്തിലെ രാജകുമാരി അല്ലേ മോളെ? എന്താ രാജകുമാരി രാജ്യം പകത്ത് കൊടുക്കലൊക്കെ? ഗാതമോൾ ഇവിടെ എന്തൊക്കെ ചെയ്തു എന്നാ നീ കരുതിയത്? ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടോ? എന്നെ കൊണ്ട് തൊടാൻ സമ്മതിച്ചിട്ടില്ല, എല്ലാം ഗാതമോള് ചെയ്തതാ. അമ്മ ഹാപ്പിയാണല്ലോ. ആ,
മുത്തശ്ശി ഹാപ്പിയാണല്ലോ. നവീൻ, നീ ഹാപ്പിയാണോ അത് പറ. പിന്നെ എന്റെ സന്തോഷത്തിന് ഒരു അതിരുമില്ല. ആ ഗാഥ, നമുക്കൊരു സ്ഥലം വരെ പോണല്ലോ. ആ, എവിടേക്കാ? അത് മനോഹരമായ ഒരു സ്ഥലമാ. അവിടെ ചെല്ലുമ്പോ തനിക്കൊരു സർപ്രൈസ് ഉണ്ട്. ആ, വലിയ യാത്രയാണോ? എനിക്കിതേ ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട്. അതെ, ആ ജോലിയൊക്കെ അമ്മ ചെയ്തോളാം. അതിന്റെ പേരിൽ രണ്ടാളും യാത്രയൊന്നും മാറ്റി വെക്കണ്ട. അല്ലെങ്കിലും കുറെ നാളിന് ശേഷം കാണുന്നതല്ലേ രണ്ടുപേരും. ഒന്ന് പോയി കറങ്ങിട്ടൊക്കെ തിരിച്ചു വാ മോനെ. ആ, അല്ല മുത്തശ്ശി. ചെല്ലുകുട്ടി. എടോ, താൻ വന്നേ. നമ്മളീ പോകുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ തനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അതേ, പുറത്തിറങ്ങിയ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങിയപ്പോ മുഖം തെളിഞ്ഞത് കണ്ടോ? അല്ലേ ശാന്തി? അത് ഞാൻ പറഞ്ഞില്ലേ സാറേ, അടച്ചു മൂടിയിരിക്കുന്നതിന്റെ കെറുവാണെന്ന്. ആ, നമ്മൾ നേരത്തെ പോയ ആ കൃഷിത്തോട്ടം ആരുടെയാ? അത് നമ്മുടെതല്ല മോളെ. പക്ഷെ കുറെ കൂടെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. എന്താ അവിടെ വരെ വെച്ച് പിടിക്കണോ? ആ, അയ്യോ, അത് വേണ്ട സാറേ, ഒരുപാട് ദൂരേക്കൊന്നും പോണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. കുഴപ്പമൊന്നും ഇല്ല ശാന്തി. ആ മോളെ, കഴിച്ചു നോക്ക്. കുഞ്ഞിനാളിൽ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഇതാ. നിങ്ങളൊക്കെ ഈ വാങ്ങിച്ചു കഴിക്കുന്ന കൃത്രിമ നിറമ്പുരണ്ട മിഠായി ഒന്നുമല്ല, ഡയറക്റ്റ് ഫ്രം നേച്ചർ. ഒന്ന് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ കൈ എത്തിച്ച് പൊട്ടിച്ച് കഴിക്കാവുന്ന എന്തോരം സാധനങ്ങൾ നമ്മുടെ അടുത്തുണ്ടെന്ന് അറിയാവോ? എന്നാൽ ഒരു കൊച്ചു ഓരോ ആവുന്ന എടുത്ത് കഴിക്കുന്നത് ഞാൻ കാണാറില്ല. അല്ലേ ശാന്തി?